ഞാനിവിടെ ചെയ്യുന്നത് ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചു. മറ്റൊന്നുമല്ല, ഒരു അടിപൊളി പെപ്പർ ചിക്കൻ. അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. വളരെ വേഗം ചെയ്യാം, അതുമാത്രമല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചൂടായി വന്ന എണ്ണയിലോട്ട് നമ്മൾ ആദ്യം കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ കടുക് പൊട്ടി തുടങ്ങിയിട്ട് ഇതിനകത്തോട്ട് 1-2 വറ്റൽമുളക് നമ്മൾ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നു. ഒന്ന് പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള ഇഞ്ചി ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ, അല്ലെങ്കിൽ ചതച്ച് നല്ലതായിട്ട് ചേർത്താലും മതി കേട്ടോ. ഞാനിവിടെ അരിഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ചെറുതായിട്ട് ഇഞ്ചി ഒന്ന് വഴന്ന് വരണം. നമ്മൾ കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 10-30 കൊച്ചുള്ളി ഉണ്ട് കേട്ടോ. കൊച്ചുള്ളി വേണമെന്ന് നിർബന്ധമില്ല, സവോള വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പം നമ്മുടെ ഉള്ളി പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനാണ് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുത്തത്. അടുത്തതായിട്ട് നമ്മൾ കുരുമുളകിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. പെപ്പർ ചിക്കൻ ആണല്ലോ, അപ്പം നമ്മൾ കൂടുതലായിട്ട് കുരുമുളകാണ് ചേർത്ത് കൊടുത്തത്. ഇത് ഒത്തിരി സ്പൈസി അല്ല, എന്നാലും നല്ല ഇതായിട്ടുള്ള ഒരു കുരുമുളകിൻ്റെ ഇതാണ്. അപ്പം അതിനനുസരിച്ച് വേണം കുരുമുളക് ഇത്തിരി ചേർത്ത് കൊടുക്കാനായിട്ട്. വറ്റൽമുളക് ഇട്ടു, കുരുമുളകാണ്. അപ്പോൾ അതാണ് എരിവിനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. വറ്റൽമുളക്, കുരുമുളക്, ഇതാണ് ഇതിൻ്റെ എരിവുള്ള ഭാഗം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്തു. നമ്മൾ ചിക്കന് ഒന്ന് ഇളക്കി കൊടുക്കുക. വളരെ കുറച്ച് തീയിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കയറി ഇത് കരിഞ്ഞു പിടിക്കും. മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഇത് 1 ടീസ്പൂൺ മതി. 1 ടീസ്പൂൺ മുഴുവനും ഇല്ല, 1/2 ടീസ്പൂൺ മതിയാവും നമ്മുടെ ഗരം മസാലയുടെ പൗഡർ. നമ്മൾ കുറച്ച് വെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്യാനായിട്ടുള്ള വെള്ളം. നമ്മൾ അത് ചിക്കൻ റെഡിയാകുന്ന സമയത്ത് നമ്മൾ ഇച്ചിരി കൊറിയാണ്ടർ ലീവ്സ് ഗാർണിഷിങ്ങിനായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. ചിക്കനായി വരുന്നു. ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയുള്ളൂ. ഇനി ചൂടൊന്നും ഇത് കുറുകണം, വറ്റി വരണം കേട്ടോ. നമ്മുടെ പാൻ അടപ്പൊന്ന് മാറ്റിയേക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നൊന്നും അറിയണ്ടേ. അപ്പം അത് ഉപ്പൊക്കെ ഉണ്ട്. നല്ല എരിവുണ്ട് കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് ഇച്ചിരി എരിവ് വേണം. നിങ്ങൾക്ക് എരിവ് ഒത്തിരി കൂടുതലാണെന്ന് തോന്നുന്നെങ്കിൽ അത്ര ഇടണ്ട. ഇപ്പം നോക്കിയേ, നമ്മുടെ കറി ഏകദേശം ഒരു അത്ര കളറില്ല അല്ലേ. അപ്പം ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഇത്തിരി നമ്മുടെ ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ഇത് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ്. ഇപ്പം എരിവുണ്ടല്ലോ, അപ്പം ഇനി കൂടി പോകാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒത്തിരി സൂക്ഷിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എരിവ് കൂടി പോകാൻ പാടില്ല. അപ്പം അതനുസരിച്ച് വേണം കുരുമുളകിൻ്റെ ഇത് കുറച്ച് വേണം എടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് ഇച്ചിരി നേരം ഞാനൊന്ന് തീ കൂട്ടിയിട്ട് കൊടുക്കുവാണ്. കാര്യം ഇതൊന്ന് പറ്റി വരണമല്ലോ, പെട്ടെന്നങ്ങ് പറ്റി വരും.
വേണമെങ്കിൽ ഇച്ചിരി ചാറായിട്ട് എടുക്കണമെങ്കിൽ അധികം പറ്റിച്ച് ഇത് ചെയ്യണമെന്നില്ല കേട്ടോ. പക്ഷെ നമുക്ക് ഇത് ഇച്ചിരി തിക്കായിട്ട് എടുക്കുന്നതാണ് നമുക്കിഷ്ടം. അപ്പം അതിനനുസരിച്ച രീതിയിൽ നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം. ഇനി നമ്മൾ ഈ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മല്ലിയില അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം കുറച്ചുകൂടെ ഒക്കെ ഇന്ന് ചാറ് വറ്റി വരാനുണ്ട്. അപ്പം അതിലോട്ട് ഇത് മല്ലിയില ചേർത്ത് കൊടുത്തു. ഞാൻ എപ്പോഴും കയ്യിലാണ് ഒഴിച്ചാണ് ഉപ്പും എരിവും ഒക്കെ നോക്കുന്നത്. അത് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. വളരെ വേഗമല്ലേ നമ്മൾ ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വിഹാൻസ് റെസിപ്പീസ് യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഇതൊക്കെ അങ്ങോട്ട് റെഡിയായി വരുന്നു. ഇച്ചിരൂടെ അങ്ങോട്ടൊന്ന് ആയിക്കോട്ടെ. അപ്പം നമ്മളിത് ഇവിടെ വരെ എത്തി. നമ്മുടെ ഇതൊക്കെ ഒന്ന് വറ്റി കണ്ട, ചാറൊക്കെ ഒന്ന് വറ്റി കറക്റ്റായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ, ഒന്നായാലും മതി നിങ്ങളുടെ എരിവിൻ്റെ ഇതനുസരിച്ച്. അപ്പം ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് എടുത്തത്. നമ്മുടെ നല്ല തിക്കായിട്ടുള്ള യോഗട്ട് ചേർത്ത് കൊടുത്തു. ഉണ്ടോ? വളരെ എളുപ്പമല്ല. അപ്പോൾ നമ്മുടെ ഡിന്നർ പെപ്പർ ചിക്കനും ഇത്തിരി റൈത്തയും റൈസും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതിക്കൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് വിഹാൻസ്.